ചേച്ചി ഫ്രീ ബസ് വരാറായ? അതിപ്പോ വരും. ചേച്ചിയുടെ പേരെന്തിന്? എൻ്റെ പേര് പ്രിയദർശിനി. ദൈവമേ, ഇനി ഇത് തന്നെ എന്തോ ഫ്രീ ബസ്? ഇതിന്റെ എവിടെ കയറി ഇരിക്കുമോ എന്തോ ഞാൻ. അതെ, ഈ തിരക്കുള്ള പ്രിയദർശിനി പോയിരുന്നു. തിരക്കുള്ള ബസ്സിൽ കയറുള്ള അതെന്തോ തട്ടി നിലവിലേക്ക് പോയല്ല. അവസാനം തലയോട്ടിയായിട്ട് വീട്ടിൽ പോയിരുന്നാൽ മതി. തിരക്കുള്ള ബസ്സല്ലേ? ആ വളവ് ഇന്നാൽ മതി, അവിടെ നിന്നാൽ കിട്ടും. കിട്ടോ? ആ, കുട്ടി വരുന്നുണ്ടോ? കുട്ടി ഇല്ല. എത്താവട്ടല്ലേ? ദാണ്ട ഞാറപ്പ വരുന്നുണ്ട്. ഹലോ, പ്രിയദർശിനി പോയാ? ഇല്ല, ഇപ്പൊ വരും. അല്ല, ഈ പ്രിയദർശിനി ബസ്സിലെ ഈ ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പെണ്ണുങ്ങൾക്ക്? നമ്മൾ എവിടെയാണോ ഇറങ്ങേണ്ടത് ആ സ്ഥലം പറഞ്ഞ് 0 ടിക്കറ്റ് അടിച്ചത്. 0 ടിക്കറ്റ്? നിങ്ങളൊക്കെ ജീവിതകാലം മുഴുവനും 0 തന്നെ. അതൊക്കെ ഞങ്ങള് 35 രൂപ ടിക്കറ്റ് എടുത്താൽ പിന്നെ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഒരു അഭിമാനമുണ്ട്. 90 കിഡ്സ് ആണ് മോൻ. ജെൻസി നീ അകലല്ലടാ. നീ ഊത്താ? അതല്ലടാ, ഫ്രീ ബസ്സിൽ പോകാൻ വേണ്ടി നിൽക്കുന്നത്. അളിയാ, ഇപ്പൊ കേരളത്തില് സ്ത്രീകൾക്കാണ്ട എല്ലാത്തിനും മുൻഗണന. അതെ. അതെന്തരടാ അളിയാ, നമ്മളെ കപ്പലണ്ടിക്ക് വിലയില്ലേ? കപ്പലണ്ടി? ഈ വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. അതായത് പണ്ട് തൊട്ടേ തന്നെ സ്ത്രീകൾക്ക് മുൻഗണന. എന്തോന്ന് കപ്പലിന്റെ തോലി? ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ കെട്ടിക്കൊടുത്തു. ഈ ഷാജഹാന് വേണ്ടി മുംതാസ് എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ചോറ് കെട്ടി കൊടുത്തിട്ടുണ്ടല്ലോ. ചുള്ളിമാരൊരു ഓട്ടോ ഓട്ടിക്കുന്ന ഷാജഹാന്റെ കാര്യമല്ല പറഞ്ഞത്. കൊള്ളാം, സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ഇത് ബജാജിന്റെ ഷോറൂം എന്ന് പറയുന്നത്. ബജാജിന്റെ ഷോറൂം? അവിടെ നിൽക്കുന്ന ഒരു ചേച്ചിയായിട്ട് കമ്പനി ഉണ്ട്, എനിക്ക് അവർ തന്നത്. അപ്പൊ ഈ ഡ്രസ്സൊക്കെ? ഇത് കല്യാൺ. അല്ലല്ല, കല്യാണി കഴിവിട്ടപ്പോ എടുത്തോണ്ട് ഓടി. എത്ര രൂപയായി മൊത്തത്തിൽ? മൊത്തത്തിൽ 10,000 രൂപയ്ക്ക് ഒരു 10 രൂപ കുറവടാ. അല്ല, നീ എവിടെ പോകാൻ? തിരുവനന്തപുരം വരെ പോകണോടാ. എത്ര രൂപ ടിക്കറ്റ്? 10 രൂപ. 10 രൂപ ടിക്കറ്റ് വേണ്ടി 15,000 രൂപ ചിലവാക്കിയിട്ടിരിക്കുന്നു. 10,000 കളഞ്ഞാൽ എന്ത്? എനിക്ക് ജീവിതകാലം മുഴുവൻ ഫ്രീ ആയിട്ട് ബസ്സിൽ പോവാല്ല. ഞാനിപ്പോ വരാം. നീ ഇവിടെ പോണം? ഞാനേ ചിഞ്ചുവിന്റെ വീട് വരെ പോയി. അപ്പോൾ ചുരിദാർ ഉണങ്ങിയാ എന്തോ.